you feel the vibes. അപ്പോ ഇന്ന് നമ്മള് അശ്വിനൊക്കെ പോയി കഴിഞ്ഞ സീരീസ് കഴിഞ്ഞപ്പോ ഇന്ന് നമ്മുടെ കൂടെ വന്നിട്ടുള്ളത് ആരാണ്? ആശിഷാണ് നമ്മുടെ കൂടെ വന്നിട്ടുള്ളത്. അപ്പോ ആശിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ബോട്ട് ഡെവലപ്പർ ആണ്. ബോട്ട് മാത്രമല്ല വേറെ പല ഡെവലപ്മെന്റും ചെയ്യും. അപ്പൊ ബോട്ട് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ആശിഷിന്റെ ഒരു കോർ ഏരിയ ആണ്. ഇപ്പൊ നമ്മൾ മ്യൂലാനകത്തുള്ള ആരോൺ ചേട്ടനും അല്ലെങ്കിൽ മ്യൂട്ടാപ്പ് ഇങ്ങനെ കുറെ ബോട്ടാണല്ലോ. അപ്പൊ ഈ ബോട്ടിനൊക്കെ ലീഡ് ചെയ്യണ അല്ലെങ്കിൽ കോഡും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ കാണുന്ന ആശിഷാണ്. അപ്പൊ ഈ തൊപ്പിട്ടിരിക്കുന്നുണ്ടെങ്കിലും ആളൊരു വലിയ ആളാണ്. ഓക്കെ. അപ്പോ ആശിഷ് ഇന്ന് ഇവിടെ നമ്മള് ടോപ്പ് 100 കോഡേഴ്സിന്റെ ഒരു ഇവന്റിന് വേണ്ടി വന്നതായിരുന്നു. അപ്പൊ ഇവന്റ് കഴിഞ്ഞ് അവനെ വീട്ടിലേക്ക് വിടാതെ പിടിച്ചു നിർത്തി രാത്രി എത്ര 2 മണിയായിരുന്നു, 2:20. അപ്പോ ഓവർനൈറ്റ് ഇരുന്ന് ഷൂട്ട് ചെയ്ത് തീർക്കാന്ന് പറഞ്ഞതാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോ ബോട്ട് ഡെവലപ്മെന്റ് ആണ് അല്ലെ. ബോട്ട് എന്ന് പറഞ്ഞാൽ ഡിസ്കോഡിലെ ബോട്ടാണ്. അത് പൈത്തൺ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഡിസ്കോഡിൽ ഒരു ബോട്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകണം. അപ്പൊ ഇതിന്റെ ശരിക്കും ഒരു ബോട്ട്സിന് ഇന്ന് ഭയങ്കര ഒരു ഫ്യൂച്ചർ സാധനം ഉണ്ട്. ലൈക്ക് ഒരു വേറൊരു രീതിയിൽ നോക്കുകയാണ്. ഇപ്പോൾ ഡിസ്കോഡ് ആണെങ്കിലും ഭയങ്കരമായിട്ട് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഡിസ്കോഡിലെ ബോട്ട്സ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഒരു ഡിസ്കോഡ് സെർവർ നമ്മളൊരു പ്രൊഡക്റ്റ് പോലൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് ബോട്ടും കാര്യങ്ങളും വേണ്ടി വരും. ഇനി അതല്ലാതെ പബ്ലിക്കലി നമുക്ക് ബോട്ട്സ് ക്രിയേറ്റ് ചെയ്ത് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആ വേറെ ബോട്ടിന് നമുക്ക് നമ്മുടെ സെർവറിലോട്ട് ഇൻവൈറ്റ് ചെയ്യാം. അങ്ങനത്തെ പോസിബിലിറ്റീസും ഉണ്ട്. പിന്നെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വെബ് ആപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫ്രണ്ട് എൻഡ് ഉണ്ടാവും, ബാക്ക് എൻഡ് ഉണ്ടാവും, കുറേ ഡിപ്പെൻഡൻസീസ് ആണ്. പക്ഷെ ബോട്ട് ആകുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ആ ഒരു കോഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റർ ഡിപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സംഭവം നടക്കും. പിന്നെ ഡിപ്ലോയ് ചെയ്യാൻ നമ്മളെ കോഡ് ഒരു ഭാഗത്ത് റൺ ചെയ്തിട്ടാൽ മതി, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ചുകൂടെ ഒരു ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങളും അതുകൊണ്ട് ഇപ്പോൾ ബോട്ട്സ് എന്ന് പറയുന്ന സംഭവം ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടെ പ്രോമിനന്റ് ആയി വരുന്നുണ്ട്. ഇപ്പൊ മിഡ് ജേണി എന്നൊക്കെ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അതായത് മിഡ് ജേണി അവരൊരു ഡിസ്കോഡ് സെർവറിലാണ് ഇത്രയും ആൾക്കാരെ ഹാൻഡിൽ ചെയ്യണതും അല്ലെങ്കിൽ മൊത്തം കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ചെറിയൊരു ഇൻട്രോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി നമ്മളെ ബോട്ട് ഡെവലപ്മെന്റിലോട്ട് കിടക്കാം. അപ്പോൾ ഇനി ആശിഷാണ് മെയിൻ ആയിട്ട് സംസാരിക്കാനുള്ളത്. അപ്പോ ബോട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ഒരാള് ഡെവലപ്പർ പോർട്ടലിൽ പോയിട്ട് നമുക്കൊരു അപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോ നമ്മള് discord.com/developers അല്ലേ? ഓക്കെ. അവിടെ പോയിട്ട് ആശിഷിന്റെ കുറെ ബോട്ടുകളൊക്കെ കാണാനുണ്ട് ഇവിടെ. ഇനി പുതിയൊരു ബോട്ട് നമുക്ക് മ്യൂ ബോട്ട് എന്നുള്ള പേര്. ഓക്കെ. ഈ പേരിലായിരിക്കും ബോട്ട് കാണുക. നമ്മള് സെർവർ എടുത്തു പോയി കഴിഞ്ഞാൽ ഈ സൈഡില് ഈ പേര് കാണുന്നത് പോലെ ആയിരിക്കും നമ്മൾ ഇവിടെ കൊടുക്കുന്ന പേരായിരിക്കും കാണാം. ഇമേജ് കൊടുത്താൽ ഇവിടെ ഇമേജും വരും. ഇങ്ങനത്തെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യാം. അതൊക്കെ വെറുതെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതിൽ മെയിനായിട്ട് നെയിമും ഇമേജും ആണ് വേണ്ടി വരുള്ളൂ. നമ്മൾ അപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെർവറിലോട്ട് ഇൻവൈറ്റ് ചെയ്യാം. ഓക്കെ. അപ്പം O2 എടുത്ത് URL ജനറേറ്ററിൽ പോവാ, ബോട്ട് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യാം. പിന്നെ ഒരുപാട് പെർമിഷൻസ് ഉണ്ട് ബോട്ടില്. നമുക്ക് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ചെയ്യാം. അപ്പൊ അത് ബോട്ടിൽ ആൾക്ക് കിട്ടേണ്ട ആക്സസും അതിന്റെ റോൾസും അതാണ് കേട്ടോ ഇവിടെ സെലക്ട് ചെയ്യണത്. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ നമ്മളെ സെർവറിന് ഉണ്ടാക്കുന്ന ബോട്ടാണെങ്കിൽ നമുക്ക് എപ്പോഴും അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഉണ്ടാക്കിയിടാം. കാരണം നമ്മളെ കൺട്രോളിലാണല്ലോ അത്. പക്ഷെ നമ്മളല്ലാതെ ഒരു പബ്ലിക് ബോട്ടിനെ ക്രിയേറ്റ് ചെയ്ത് ഡിപ്ലോയ് ചെയ്തിരുന്നതാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഇടുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ആൾക്കാർ അതിന് ഇൻവൈറ്റ് ചെയ്യൂല. റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിലെ മൊത്തം ആക്സസ് കിട്ടും. അപ്പോൾ അത്രയും ആക്സസ് ഒരു തേർഡ് പാർട്ടി ബോട്ടിന് കൊടുക്കണോ എന്നുള്ള ഒരു സംഭവം അവിടെ വരും. അപ്പോൾ അത് ലൈക്ക് പല ആൾക്കാരും പ്രൈവസി കൺസേൺസിന് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഓരോ സംഭവങ്ങളാണ്, സെക്യൂരിറ്റി കൺസേൺസിന്. അപ്പോൾ അങ്ങനെ അപ്പോൾ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിന് ഒരു ബോട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് വേണ്ട ആക്സസോ അല്ലെങ്കിൽ റിക്വയർമെന്റ്സോ മാത്രം അതിനകത്ത് ചോദിച്ചാൽ അത്രയും ബെറ്റർ ആയിരിക്കും. നമ്മളെ ഡിസ്കോഡ് സെർവറിലോട്ട് ഈ ബോട്ടിനെ ജസ്റ്റ് ഇൻവൈറ്റ് ചെയ്തു അല്ലെ? ബോട്ട് ഓൾറെഡി വന്നിട്ടുണ്ട്, പക്ഷെ ഓഫ്ലൈൻ ആണ്. അതാ ബോട്ട് റൺ ചെയ്യാത്തോണ്ടല്ലേ അത് ഓഫ്ലൈൻ ആയി കിടക്കുന്നത്. അടുത്ത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബോട്ടിന്റെ ടോക്കൺ എടുക്കാം. ഇതിനു മുമ്പ് നമുക്ക് കുറച്ച് ഇന്റൻസ് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസൻസ് ഇന്റൻസ്, മെമ്പർ ഇന്റൻസ് ആൻഡ് മെസ്സേജ് ഇന്റൻസ് എന്ന് പറഞ്ഞാൽ 3 ഇന്റൻസ് ഉണ്ട്. ഇത് 3ഉം എപ്പോഴും എനേബിൾ ചെയ്തിരിക്കണം. എങ്കിൽ നമുക്ക് ഈ കൈൻഡ് ഓഫ് ടാസ്ക് റിലേറ്റഡ്
എല്ലാം Finalize ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റുള്ളൂ. ടോക്കൺ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ടോക്കൺ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം, ഈ ടോക്കൺ എക്സ്പോസ് ആയി കഴിഞ്ഞാൽ നിങ്ങളെ ബോട്ട് ബേസിക്കലി ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ടോക്കൺ ആണ് ആ ബോട്ടിന്റെ ഒരു കീ പോയിന്റ് എന്ന് പറഞ്ഞാൽ. ടോക്കൺ നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസോ ഡൗട്ട്സോ വന്നു കഴിഞ്ഞാൽ ടോക്കൺ വെറുതെ റീസെറ്റ് ചെയ്തിട്ട് നമ്മളെ ബോട്ടിന്റെ ടോക്കൺ മാറ്റിയാൽ മതി. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമുക്ക് നമ്മളിവിടെ ഉപയോഗിക്കുന്ന പൈത്തൺ ആണല്ലോ. അപ്പൊ discord.py എന്ന് പറയുന്ന പാക്കേജ് വേണം, ബോട്ട് റൺ ചെയ്യാൻ വേണ്ടി. നമുക്ക് അത് ആദ്യം മനസ്സിലാവും. ഓക്കെ, ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. നമ്മുടെ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യാം. എന്നിട്ട് കുറച്ച് സെറ്റ് ഓഫ് കമാൻഡ്സിന് വേണ്ടിയിട്ട് നമുക്ക് ബോട്ടിന്റെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാകും. ന്യൂ ബോട്ട് എന്നോ എന്തെങ്കിലും പേര് കൊടുത്തിട്ട് എന്നിട്ട് നമുക്കൊരു പ്രീഫിക്സ് കൊടുക്കണം ബോട്ടിന്. പ്രീഫിക്സ് കൊടുത്തില്ലെങ്കിൽ അത് വർക്ക് ആവില്ല. വർക്ക് ആവും, പക്ഷെ നമുക്ക് ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ബോട്ട് ഡോട്ട് ക്ലയന്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സിൻടാക്സ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാം. ഈ രീതിക്ക് ആവുമ്പോൾ നമുക്ക് ഇന്റന്റ് ഒക്കെ കൊടുക്കാം. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള വേറൊരു അഡ്വാൻറ്റേജ് എന്ന് സ്ലാഷ് കമാൻഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. ക്ലയന്റ് ഡോട്ട് ട്രീ ഒക്കെ വിളിക്കുമ്പോൾ ചില സമയത്ത് കമാൻഡ് പ്രീഫിക്സ് ഇല്ല എന്ന് പറഞ്ഞത് അത് നമുക്ക് ഇത് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ അവിടെ എനാബിൾ ചെയ്ത് വെച്ച ഇന്റൻസ് എടുക്കാം. പിന്നെ നമ്മളെപ്പോഴും ഈ ബോട്ട് ഡെവലപ്മെന്റ് ഇങ്ങനത്തെ ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിനകത്ത് കുറെ ഇവന്റ്സ് ഉണ്ട്. ആ ഇവന്റ്സിന് ബേസ് ചെയ്താണ് എല്ലാം വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ബേസിക്കലി ഇപ്പോ ഒരാൾ ജോയിൻ ചെയ്ത് ഇവന്റ്, ഒരു മെസ്സേജ് അയച്ച ഇവന്റ്, മെസ്സേജ് എഡിറ്റ് ചെയ്ത ഇവന്റ്, നമ്മൾ ഡിസ്കോഡ് ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിക്കും റെസ്പെക്റ്റീവ് ആയിട്ട് ഒരു ഇവന്റ് ഉണ്ട്. അപ്പോൾ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇവന്റ്, റോഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഇവന്റ് ഒക്കെ പറഞ്ഞിട്ട്, അപ്പൊ അങ്ങനത്തെ ഇവന്റ്സിനെ ട്രാക്ക് ചെയ്താൽ അവിടെ നടന്ന മെസ്സേജും കാര്യങ്ങളും അതും നമുക്ക് കിട്ടും. അതിനെ നമുക്ക് വേണ്ട പോലെ പ്രോസസ് ചെയ്യാം. എന്നിട്ട് തിരിച്ചങ്ങോട്ട് അയക്കണമെങ്കിൽ ഒരാൾക്ക് DMA അല്ലെങ്കിൽ ഒരു ചാനലിലേക്ക് മെസ്സേജ് അയക്കാം, ഇല്ലെങ്കിൽ ഒരു മെസ്സേജിന് റിയാക്ഷൻ ആഡ് ചെയ്യാം. ഇങ്ങനെ എല്ലാ സാധനങ്ങളും ചെയ്യാറുണ്ട്. അപ്പൊ ഇത്രയാണ് ഇതിനകത്തൊരു ബേസിക് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ. പിന്നെ സ്ലാഷ് കമാൻഡ്, അതാണ് അടുത്തൊരു മെയിൻ സംഭവങ്ങൾ. അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഇതിനകത്തും കവർ ചെയ്യണത്. പിന്നെ വേറൊരു സംഭവം നമ്മൾ കവർ ചെയ്യണത് UI എലമെന്റ്സ് വന്നിട്ടുണ്ട് ഇപ്പൊ ഡിസ്കോഡിലല്ലേ. ഇപ്പൊ ബട്ടൺസ് ഉണ്ട്, ഇപ്പൊ മൊഡാല് വന്നിട്ടുണ്ടാകും, പോപ്സും ഡ്രോപ്പ് ഡൗൺ, അങ്ങനത്തെ UI കമ്പോണൻസ് വന്നിട്ടുണ്ട്. ഇപ്പൊ കുറച്ചുകൂടി ഒരു പ്രൊഡക്റ്റിന്റെ പെർസ്പെക്റ്റീവിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ പണ്ടൊക്കെ നമ്മളിപ്പോ ഒരു മെനു ഡ്രിവൺ പോലെ യൂസ് ചെയ്യും. അതായത് ഇപ്പൊ ആദ്യം ഒരു കമാൻഡ് എടുക്കും, ഇപ്പൊ 1 അടിച്ചു കഴിഞ്ഞാൽ ഇത്, 2 അടിച്ചു കഴിഞ്ഞാൽ ഇത് എന്നൊക്കെ പറയും. ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല, കുറച്ചുകൂടെ ഈസിലി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ കവർ ചെയ്യുന്ന വേറൊരു സംഭവമാണ് ഡാറ്റാബേസ് ഇന്റഗ്രേഷൻ. അതായത് MySQL ആയിട്ട് ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, ഡാറ്റ റീഡ് റൈറ്റ് ഫെച്ചിങ് സാധനങ്ങളൊക്കെ അത് ബേസിക് ആയിട്ട് കാണിക്കുന്നുള്ളൂ. കാരണം ബാക്കിയൊക്കെ ഡാറ്റാബേസ് പറയുന്ന ഒരാൾക്ക് ബാക്കി സെൽഫായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു ഇത്രയും സംഭവങ്ങളാണ് ഒരു ഓവർവ്യൂ നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഇടയിൽ ചിലപ്പോൾ എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാം, അതും ചിലപ്പോൾ നമ്മൾ ചെയ്തു വരുമ്പോഴാണ് ഓക്കെ ഇത് നമ്മൾ പറഞ്ഞില്ലല്ലോ എന്ന് ഓർമ്മ വരാം. ഓക്കെ, അപ്പോ ഇവിടെ അപ്പൊ നമ്മള് അതിനെ ബോട്ടിനൊന്ന് റൺ ചെയ്ത് വെറുതെ റൺ ചെയ്യാൻ പറ്റുമോ ബോട്ടിനെ? വേറെ ഒന്നുമില്ലാതെ ന്യൂ ബോട്ട് ഡോട്ട് റണ്ണ്. അപ്പൊ ഈ ടോക്കൺ ഇതേപോലത്തെ സംഭവങ്ങൾ എപ്പോഴും ENVയിൽ ആഡ് ചെയ്തു. അപ്പൊ ഒന്നെങ്കിൽ ENV തന്നെ ഫയൽ ഉണ്ടാക്കി, അല്ലെങ്കിൽ അത് പലതിനും പല പോലെ ചെയ്യാം. അപ്പൊ നമ്മള് കണ്ടെയ്നേഴ്സ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ENVനെ ബൈൻഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ എൻവയോൺമെന്റ് വേരിയബിൾ ആയിട്ട് കൊടുക്കുക ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. ഇല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ കോഡ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആ ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ ടോക്കൺ എക്സ്പോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം തീർന്നു. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയ സെർവറിലേക്ക് ഉണ്ടാക്കിയ ഒരു ബോട്ടാണ്, ഇൻവൈറ്റ് ചെയ്ത ബോട്ടും അഡ്മിനിസ്ട്രേറ്റീവ് പ്രിവിലേജ് കൂടെ ഉണ്ടെങ്കിൽ ആ ബോട്ടിന്റെ ടോക്കൺ ആർക്കൊക്കെ കിട്ടും, ആൾക്ക് സെർവറിന്റെ ഏകദേശം കംപ്ലീറ്റ് ആക്സസും കിട്ടിയെന്നുള്ളത് ഇക്വലന്റ് ആണ്. അപ്പൊ അതിലെ മൊത്തം മെസ്സേജ് വേണമെങ്കിൽ റീഡ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ വേണോ അതൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ അപ്പൊ അത് ഇൻസ്റ്റാൾ ചെയ്യാത്തൊരു pip install python decouple എന്ന് പറഞ്ഞ കമാൻഡ് റൺ ചെയ്താൽ മതി. റണ്ണായി തോന്നുന്നുണ്ടല്ലേ? അത് ബോട്ട് ഓൺലൈൻ ആയി. ഇനി നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബോട്ടിനെ കൊണ്ട് കുറച്ച് ആക്ഷൻസ് ചെയ്യിപ്പിക്കാം. അപ്പൊ ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഇവന്റ്സും
അപ്പൊ ഫസ്റ്റ് നമുക്ക് ഓരോ ഇവന്റ് ആയിട്ട് നോക്കാം. അപ്പൊ ഒരു മെമ്പർ ജോയിൻ ചെയ്യുന്ന ഇവന്റ് കിട്ടാൻ പറ്റുമോ? അതിനു മുമ്പ് എന്താ നോക്കണ്ട വെച്ചാൽ ഈ റണ്ണ് ചെയ്യുന്നത് എപ്പോഴും ലാസ്റ്റ് ലൈനിലായിരിക്കണം. ഓക്കെ, നമ്മള് ഇവന്റ് ഒക്കെ കോൾ ചെയ്ത് എപ്പോഴും അതിന്റെ താഴെ ആയിരിക്കണം ഇത് വരാൻ പാടില്ല. അത് പറഞ്ഞപ്പോഴാണ് ഓരോ സംഭവം ഓർമ്മ. അതായത് നമ്മള് ഇതിപ്പോ ഒരു ഒറ്റ ഫയലാണ് നമ്മളിപ്പോ ഫസ്റ്റ് സംഭവം ചെയ്യാൻ പോകുന്നത്. പക്ഷെ നമ്മളൊരു വലിയ ബോട്ടിന്റെ ഒരു സ്കെയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എക്സാമ്പിൾ നമ്മളിപ്പോ ഡിസ്കോഡിൽ തന്നെയുള്ള ആരോൺ ചേട്ടന്റെ ഒക്കെ കോഡ് ബേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ കോഡ് ബേസ് ആണ്. അപ്പൊ അത് ഒരിക്കലും നമുക്ക് അങ്ങനത്തെ സംഭവങ്ങൾ ഒറ്റ ഫയലിൽ ചെയ്യാൻ പറ്റൂല. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോട്ടിന് തന്നെ ഒരു കോഗ് എന്നൊക്കെ പറഞ്ഞൊരു സ്ട്രക്ചറും കാര്യങ്ങളുണ്ട്. അപ്പോൾ കോക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേറൊരു സ്ട്രക്ചറിലോട്ട് മാറ്റാം. അപ്പൊ ഒരു സ്പെഷ്യൽ ഫോൾഡർ സ്ട്രക്ചറും കാര്യങ്ങളും ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്കൊരു നെക്സ്റ്റ് വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്തൊരു വരുന്ന ഇതിലൊരു വീഡിയോനകത്ത് നമുക്ക് അതും കാണിക്കാം. കാരണം ഇപ്പോൾ ഫസ്റ്റ് ബേസിക് സംഭവങ്ങളൊക്കെ ഒന്ന് പഠിച്ച് പിന്നെ അങ്ങോട്ടേക്ക് പോകും. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഫോൾഡർ സ്ട്രക്ചറും കാര്യങ്ങളും പിന്നെ ഒരു സ്കെയിലിലോട്ട് പോകുമ്പോൾ വരാൻ പോകുന്ന ഏകദേശം മൊത്തം കാര്യങ്ങളും ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം മെമ്പർ ജോയിൻ ചെയ്യുന്ന ഇവന്റ് നമ്മൾ ആദ്യം ബോട്ടിന്റെ ഒരു ഇവന്റ് ക്രിയേറ്റ് ചെയ്യണം. ബോട്ട് ഡോട്ട് ഇവന്റ് എന്നിട്ട് നമ്മൾ ഒരു അസിൻക്രണസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, ഓൺ മെമ്പർ ജോയിൻ. അപ്പൊ ഇവിടെ ഓൺ മെമ്പർ ജോയിൻ എന്നുള്ളത് നമുക്ക് ഇഷ്ടമുള്ള ഫംഗ്ഷന്റെ പേര് കൊടുക്കാൻ പറ്റൂല കേട്ടോ. അത് ഒരു അല്ലേ ഡിഫൈൻഡ് ഫംഗ്ഷൻ നെയിംസ് ആണ്. ഓക്കെ, അപ്പൊ മെമ്പർ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ചാനലിലോട്ട് മെസ്സേജ് കൊടുക്കാം. എന്തൊരു വെൽക്കം ചാനൽ ഗെറ്റ് ചാനൽ. ഗെറ്റ് ചാനൽ നമുക്ക് മറ്റേ ഗെറ്റ് ചാനലിൽ ഓൾ മെമ്പേഴ്സ് ഓൾ ചാനൽസ് കോഗ് കമാൻഡ് ഇമോജി ഗിൽഡ് കണ്ടു ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് കിട്ടും. നമുക്കിപ്പോൾ ആവശ്യമുള്ളത് ചാനലാണ്. എന്നിട്ട് ആ ചാനലിന്റെ ID നമുക്ക് വെൽക്കം ചെയ്യാൻ വേണ്ടിട്ട് വേറെ ചാനൽ ക്രിയേറ്റ് ചെയ്യാം. ഒരു വെൽക്കം ചാനൽ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതിന്റെ ID നമ്മൾ നോക്കും. ഓക്കെ, എനിക്ക് DM വരണം. അതായത് വെൽക്കം ചാനലിൽ ഒരു മെസ്സേജ് വരണം. വെൽക്കം എന്റെ പേര് ടു ദിസ് സെർവർ എന്ന് പറഞ്ഞ പോലെ ഒരു മെസ്സേജ് വരണം. ആ സെയിം മെസ്സേജ് തന്നെ എനിക്ക് DM വെക്കണം. മെസ്സേജ് ആ മെമ്പറിന്റെ പേരും കൂടെ എവിടെയെങ്കിലും ഒന്ന്. അപ്പൊ മെമ്പർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഒബ്ജക്റ്റ് ആണ്. ആ ഒബ്ജക്റ്റിനകത്ത് നെയിം അല്ലെങ്കിൽ ഏകദേശം ആളെ ID കിട്ടും, പ്രൊഫൈൽ പിക്ചർ കിട്ടും, ഇങ്ങനെ മൊത്തം ഏകദേശം ഡീറ്റെയിൽസും കിട്ടും. വെൽക്കം ചാനലിലോട്ട് സെൻഡ് ചെയ്യണം. ഡോട്ട് സെൻഡ്. പിന്നെ നമുക്ക് മെമ്പറിന് സെൻഡ് ചെയ്യാം. അത് നമ്മൾ കൂടുതലും ഒരു അങ്ങോട്ടുള്ള ആക്ഷന്റെ പെർസ്പെക്റ്റീവ് തിങ്ക് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നമ്മളൊരു ചാനലിലോട്ട് ഒരു മെസ്സേജ് അയക്കും, ഇല്ലെങ്കിൽ ഒരു ആൾക്ക് മെസ്സേജ് അയക്കും. ഇതാണ് നമ്മൾ കൂടുതലും ചെയ്യാറുള്ളത്. പിന്നെ ഇത് നമ്മൾ അസിൻക്രണസ് ഫംഗ്ഷന്റെ അകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ വെയിറ്റ് എന്ന് പറയുന്ന ഒരു പ്രീഫിക്സ് യൂസ് ചെയ്യാം. അതുകൊണ്ട് മാത്രമല്ല ഇപ്പൊ ഈ വെൽക്കം ചാനൽ ഡോട്ട് സെൻഡ് എന്ന് പറയുന്നത് ഒരു അസിൻക്രണസ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ആ ഫംഗ്ഷന് കോൾ ചെയ്യുമ്പോൾ ഒരു അസിൻക്രണസ് ഫംഗ്ഷന് കോൾ ചെയ്യുമ്പോൾ നമ്മൾ അവൈറ്റ് യൂസ് ചെയ്യണം. അപ്പോൾ ഒന്ന് സെർവർ എനിക്ക് അയച്ചിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ ഞാൻ അതിലേക്കൊന്ന് ജോയിൻ ചെയ്ത് നോക്കാം. ഒന്നുകൂടെ നിങ്ങൾ വെൽക്കം ടു ദി സെർവർ ഷെഹീനായിരുന്നു മെസ്സേജ് വന്നിട്ട്. എനിക്കും മെസ്സേജ് വന്നിട്ടുണ്ട്. വെൽക്കം ടു ദി സെർവർ ഷെഹീനായിരുന്നു. ഓക്കെ, അപ്പോ മെമ്പർ ഡോട്ട് സെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് DM പോവും. ചാനൽ ഡോട്ട് സെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനലിലേക്ക് പോകും. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഓക്കെ, ഇനിയിപ്പോ നമ്മളിപ്പോ ഇതിന് പകരം ഇപ്പൊ ഒരു പ്ലെയിൻ മെസ്സേജ് ആണല്ലോ, ഇതിന് പകരം ഒരു ഇമേജ് ഒക്കെ പോവാണെങ്കിൽ ശരിക്കും എന്താണ് ചെയ്യാ?
സെൻഡ് തന്നെ കൊടുത്താൽ മതി. Send തന്നെ മെസ്സേജ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് പകരം ഒരു ഇമേജിന്റെ ഒബ്ജക്റ്റ് അതിലോട്ട് പാസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമേജ് എന്തെങ്കിലും ടെംപ്ലേറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് പില്ലോ ഒക്കെ യൂസ് ചെയ്തിട്ട് അതിലെ പേരും കാര്യങ്ങളും മാറ്റിയിട്ട് നമുക്ക് അതിലേക്ക് സെൻഡ് ചെയ്യാം. Send ചെയ്തു. അങ്ങനെ ഇമേജ് ഒക്കെ സെൻഡ് ചെയ്യണം. നമുക്ക് ലാസ്റ്റ് ഒരു പ്രൊജക്ട് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ പ്രൊജക്ടിനകത്ത് നമുക്ക് അങ്ങനെയൊക്കെ Implement. ചെയ്തു നോക്കാം. വേറെ എന്ത്? ഇനി നമുക്ക് അടുത്തത് ഇപ്പോ ഞാനൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാല് എനിക്ക് ആ മെസ്സേജിന് ഒരു റിപ്ലൈ കിട്ടാം. എന്തൊരു മെസ്സേജ് ഇട്ടാലും എന്ത് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാലും റോഗർ ദാറ്റ് ഒരു മെസ്സേജ് റിപ്ലൈ കേട്ടോ. ഒരു സിങ്ക്രണസ് ഫംഗ്ഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഓൺ മെസ്സേജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇത് അടുത്തൊരു ഇവന്റ് ആണ്. അതായത് ഓൺ മെസ്സേജ് എന്നാണല്ലേ മെസ്സേജ് വരുന്നത്. ഓക്കെ, ഓക്കെ. മെസ്സേജ് അയച്ചു. എന്റെ ഇത് ഡിസ്കോഡ് എടുത്തോ, അതിൽ കാണാലോ. ഇതെന്താ കൊള്ളാലോ കളി. ഇതിപ്പോ ഇവിടെ എന്താ സംഭവിക്കുന്ന വെച്ചാല് എന്തൊരു മെസ്സേജ് വന്നാലും ബോട്ട് അതിന് തന്നെ റിപ്ലൈ കൊടുക്കും. അപ്പൊ ബോട്ട് അതിന് ലൂപ്പ് ചെയ്ത് റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലേ. കൊള്ളാം. അപ്പൊ നമുക്ക് അവിടെ ചെയ്യാന്നൊരു സംഭവം വേണ്ട. ബോട്ട് മെസ്സേജ് അയക്കണ അതിന് റിപ്ലൈ ഇടുന്ന ബോട്ട് അല്ലെങ്കിൽ മാത്രം റിപ്ലൈ കൊടുക്കാന്നല്ലേ ചെയ്യാൻ പറ്റും. ആദ്യം ഒരു വാലിഡേഷൻ നടത്താം. ഈ മെസ്സേജ് ഡോട്ട് ഓതർ കൊടുക്കുമ്പോൾ ആരാണ് മെസ്സേജ് ഇട്ടുന്നുള്ള ആളെ അത് ബോട്ട് ആണെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ റിട്ടേൺ ചെയ്യാം. ഓക്കെ. അപ്പൊ പിന്നെ ഈ ഒരു ഇഷ്യൂ നോക്കിയോ. ഞാൻ ഹായ് നടിച്ച്. ഓക്കെ. ഇനി ഇതിപ്പോ റിപ്ലൈ അല്ലാതെ മെസ്സേജ് അയക്കണമെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ഡോട്ട് ചാനൽ അതുകൂടെ ചെയ്യോ? ഇനിയിപ്പോ അവിടെ ഒരു DM കിട്ടണമെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ഡോട്ട് ഓതർ ഡോട്ട് സെൻഡ് ചെയ്ത് കൊടുത്താൽ. ഓക്കെ. റൺ ചെയ്താ ഡിസ്കോഡ് എടുത്തോ? ഓക്കെ. ഒരു റിപ്ലൈ വന്ന് ഒരു നോർമൽ മെസ്സേജ് വന്നു. ഓക്കെ. ഇനിയിപ്പോ എനിക്ക് ഇപ്പൊ മെസ്സേജ് വരുമ്പോൾ നമുക്കിപ്പോ തന്നെ സാധാരണ നമ്മൾ ചെയ്യാറുണ്ടാവുള്ളൂ. ആ ഒരു റിയാക്ഷൻ ആഡ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇട്ട മെസ്സേജിന് ഒരു റിയാക്ഷൻ ഇടാൻ പറ്റുമോ? ആഡ് റിയാക്ഷൻ എന്ത് റിയാക്ഷൻ ആണെന്നുള്ളത് ഡിസ്കോഡിലുള്ള ഇമോജി ആവണ്ടേ? ഡിസ്കോഡിന് അത് ഡിസ്കോഡിലുള്ളതായിരിക്കുമല്ലോ. എല്ലാ കോമൺ ഇമോജി ഡിസ്കോഡിലുണ്ടാവും. ഓക്കെ. ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്തു. അതെടുത്തോ. ഇമോജി വന്നു. ഓക്കെ. അപ്പൊ റിയാക്ഷൻ ആഡ് ചെയ്ത് അപ്പൊ നമ്മളൊരു മെസ്സേജ് കിട്ടുമ്പോൾ റിയാക്ഷൻ ആഡ് ചെയ്യാൻ ഇത്ര. അപ്പൊ ഇത് ബേസിക്കലി സിമ്പിൾ ആണല്ലേ എല്ലാം അത്യാവശ്യം. ഇനി നമുക്കിപ്പോ ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്യണ ഒരു ഇവന്റ് ട്രിഗർ ചെയ്യാൻ പറ്റുമോ? അപ്പോ ജസ്റ്റ് അതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ലല്ലോ അല്ലേ? ഡിലീറ്റഡ് മെസ്സേജ് DM ചെയ്തോ?
മെസ്സേജ് ഡോട്ട് ഓതർ ഡോട്ട് സെൻഡ് ജസ്റ്റ് ഓക്കെ. ഞാനിപ്പോൾ ഒരു ഹലോ ഡിലീറ്റ് മെസ്സേജ് ഇല്ലല്ലോ, ഇല്ല വന്നില്ല. ഞാൻ ബോട്ട് പറ്റിച്ചു. മെസ്സേജ് പ്രിന്റ് അത് ഡീബഗ് ചെയ്തോ, അത് എന്താണ് ഇഷ്യൂ എന്നുള്ളത് കണ്ടുപിടിക്കാലോ. ഓക്കെ, ഞാൻ അടുത്തൊരു മെസ്സേജ് അവിടെ പ്രിന്റ് വന്ന് നോക്കിയേ, ഇത് വന്നില്ല. എനിക്ക് തോന്നണ ഇവന്റിന്റെ പേര് വേറെ എന്തോ. അതന്നെയാണല്ലോ. ഓ, അതിന്റെ ഇഷ്യൂ അറിയോ? ഇതെങ്ങനെ ആർക്കും ബോറുണ്ട്. ഇനി ഒരു മെസ്സേജ് ഇട്ടോ, ഒരു മെസ്സേജ് ഇട്ടോ, ഒരു മെസ്സേജ് ഇട്ടോ. എന്ത് ഡിലീറ്റ് ചെയ്തോ? ഇപ്പൊ വന്നു. അതെന്താ സംഭവിച്ചാൽ ഇത് നമ്മുടെ കേസിലാ സേവ് ആയി കിടക്കുക. അപ്പം ബോട്ട് ഒരു പ്രാവശ്യം റീസ്റ്റാർട്ട് ആകുമ്പോൾ കേസ് ക്ലിയർ ആവും. അപ്പൊ ഇങ്ങനെ ഒരു മെസ്സേജിന്റെ എൻട്രി അവിടെ ഇല്ലാന്ന് വരും. അപ്പൊ അല്ലാതെ പണ്ടത്തെ മെസ്സേജ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവന്റ് കിട്ടാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, റോ യൂസ് ചെയ്യണം. ഓ, അവിടെയാണ് നമ്മൾ റോ യൂസ് ചെയ്യണം അല്ലേ. റോയിലല്ലേ നമ്മള് പേരോടാണ് കിട്ടുക. ചെയ്താലും മതി. പണ്ടത്തെ മെസ്സേജിന് ഡിലീറ്റ് ചെയ്യട്ടെ. ഡിലീറ്റ് ചെയ്തു. അവിടെ വന്ന് നോക്കിയേ. വന്നു. ഓക്കെ, അപ്പൊ അതിനാണ് റോ യൂസ് ചെയ്യണം അല്ലേ. നമ്മള് ഇപ്പത്തെ സെർവറിന്റെ അകത്തുള്ളത് എല്ലാത്ത യൂസ് ചെയ്യണമെങ്കിൽ റോ മെസ്സേജ്. ഇനി ഒരു എഡിറ്റ് ചെയ്യാനാണെങ്കിലോ, ഒരു മെസ്സേജ് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പണ്ടത്തെ മെസ്സേജും കാണണം, പുതിയ മെസ്സേജും കാണണം, അത് ആരാണ് ഇട്ടതെന്നും കാണണം, അത് ഏത് ചാനലിലാണെന്നും കാണണം. ഇത്രയും ഡാറ്റ കാണിച്ചു തരണം. ഇവിടെ ഇപ്പൊ പണ്ടത്തെ കിട്ടണമെങ്കിൽ റോഡ് ഇടേണ്ടി വരും അല്ലേ. അതോ നമുക്ക് ബിഫോറും ആഫ്റ്റർ വിളിക്കാം. അല്ല, അതല്ല, ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ റോ എടുക്കണം. ഒന്ന് ഓദർ ആരാന്ന് കാണണം. പ്രിന്റ് ഓദർ ആണ്. പിന്നെ അത് ഏത് ചാനലിലാന്ന് വേണം. പിന്നെ പഴയ മെസ്സേജും വേണം, പുതിയ മെസ്സേജും വേണം. ഇത്രയും ഡാറ്റ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് ബേസിക്കലി എന്ത് കാര്യം ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോ നമ്മളിപ്പോ ഒരു പഴയ മെസ്സേജിൽ നിന്ന് പുതിയതിലോട്ടുള്ള എന്തെങ്കിലും ട്രാൻസിഷനും എന്ത് സാധനമാണെങ്കിലും പറ്റേണ്ടതാണ്. ഇട്ടു ഞാൻ അതിനെ എഡിറ്റ് ചെയ്ത് ഇതിനാക്കി. സേവ് ചെയ്തത് ജനറൽ ചാനൽ ഇട്ടു. ആദ്യത്തെ മെസ്സേജ് എന്താ, രണ്ടാമത്തെ മെസ്സേജ് എന്താ.
നമുക്ക് ഒരാൾ മെസ്സേജ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊക്കെ എന്തെങ്കിലും ഡാറ്റാബേസ് ചേഞ്ചസ് ഒക്കെ ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഇവന്റ്സ് ഒന്നും ഇവിടെ എഴുതി വെക്കാം. അതിപ്പോൾ ഓരോന്നും എഴുതണ്ടല്ലോ, എന്നിട്ട് അത് ജസ്റ്റ് നല്ല എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാക്കി നമ്മളൊരു കുറച്ചൊന്ന് ഇവന്റ്സ് ഇതിനകത്ത് എഴുതിയിട്ട് വരാം. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാം എഴുതാന്ന് വിചാരിച്ച് പോയപ്പോഴാണ് ഒരു ഐഡിയ കിട്ടിയത്. എല്ലാം വെറുതെ എഴുതണ്ടല്ലോ, നമുക്ക് ചാറ്റ് GPT ഉണ്ടല്ലോ. ചാറ്റ് GPTനോട് ജസ്റ്റ് എല്ലാ ഇവന്റ്സും ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എന്നിട്ട് അത് ജസ്റ്റ് എക്സ്പ്ലെയിൻ, ഇത്രയേ ഉള്ളൂ. അതായത് ജസ്റ്റ് ആ ഇവന്റ് ബോട്ടിന്റെ ഇവന്റ് @bot.event പിന്നെ ആ റെസ്പെക്റ്റീവ് ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അപ്പൊ അതൊന്ന് നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പല ഇവന്റും ആവശ്യം വരും. അപ്പൊ നമുക്ക് നോക്കാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് വെൻ കോൾഡ് വെൻ ബോട്ട് കണക്ട് ടു ഡിസ്കോഡ്, അപ്പോൾ ഡിസ്കണക്ട് ഫ്രം ഡിസ്കോഡ്, ഓൺ റെഡി എന്ന് പറയുന്നത് ബോട്ട് റെഡി ആവും. ഇപ്പോൾ ഷാർഡ് ഇസ് റെഡി, റെസ്യൂംഡ് ഓൺ എറർ, വെൻ എറർ ചെയ്യുമ്പോൾ സോക്കറ്റ് റോ റിസീവ്, സോക്കറ്റ് റോ സെൻഡ്, ടൈപ്പിംഗ്. ടൈപ്പിങ്ങിന്റെ ഇവന്റും കിട്ടും അല്ലേ? വെൻ സമ്മൺ ടൈപ്പിംഗ് അത്രയും. ഓൺ മെസ്സേജ് ഡിലീറ്റ്, ബൾക്ക് മെസ്സേജ് ഡിലീറ്റ്, പിന്നെ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ കിട്ടും. ഓൺ റോ മെസ്സേജ് ഡിലീറ്റ്, റോ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു കൺസെപ്റ്റ് ആണ്. പിന്നെ ഓക്കെ, ഓൺ റോ ബൾക്ക് മെസ്സേജ്, ഓൺ റോ മെസ്സേജ്, റോ മെസ്സേജ് എഡിറ്റ്, ഓൺ റിയാക്ഷൻ ആഡ്. അതായത് റിയാക്ഷൻ ആഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇമോജി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഇവന്റ് കിട്ടും. ഇപ്പൊ നമ്മുടെ മ്യൂലനകത്തൊക്കെ ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരാൾക്ക് കർമ്മ കിട്ടും. അതൊക്കെ ഈ സംഭവം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ റിയാക്ഷൻ ആഡ്, റിയാക്ഷൻ റിമൂവ്, റോ റിയാക്ഷൻ അത് ഉണ്ടാവും. ഓൺ റോ പ്രൈവറ്റ് ചാനലിന്റെ ക്രിയേറ്റ് ഡിലീറ്റ്, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് കിട്ടും. പിന്നെ ഗിൽഡ് ചാനൽ ഡിലീറ്റ്, വെബ്ഹുക്ക് അപ്ഡേറ്റ്, ചാനൽ അപ്ഡേറ്റഡ്, ഓൺ മെമ്പർ ജോയിൻ, ഓൺ മെമ്പർ റിമൂവ്. അതായത് ഒരു മെമ്പർ സെർവറിലോട്ട് ജോയിൻ ചെയ്യുമ്പോഴുള്ള നേരത്തെ ഫസ്റ്റ് നമ്മൾ ചെയ്തത് മെമ്പർ റിമൂവ്. അതായത് ആ മെമ്പർ ലീവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിമൂവ് ചെയ്യുമ്പോൾ മെമ്പറിന്റെ ഡാറ്റ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. ഓൺ യൂസർ അപ്ഡേറ്റ്, കോൾഡ്, പിന്നെ സെർവറിന്റെ അകത്ത് പേരൊക്കെ മാറ്റിയാ കിട്ടും. യൂസർ ആകുമ്പോൾ മൊത്തത്തിലുള്ള യൂസർ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനത്തെ കിട്ടും. ഓൺ ഗിൽഡ് റിമൂവ്, ഗിൽഡ് അപ്ഡേറ്റ്, വോയിസിന്റെ ഓൺ മെമ്പർ അൺബാന്, ഓൺ ഗ്രൂപ്പ് ജോയിൻ. അപ്പൊ ഇതേപോലെ കുറെ ഇവന്റ്സ് അവൈലബിൾ ആണ്. നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഓരോ ഇവന്റ്സ് നമുക്ക് കിട്ടും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇവന്റ്സിന്റെ സംഭവങ്ങള്. അപ്പൊ ഇതേപോലെ എല്ലാ ഇവന്റിനും റെസ്പെക്റ്റീവ് ആയിട്ട് നമുക്കൊരു ഡാറ്റ കിട്ടും. അത് ചിലപ്പോൾ മെസ്സേജിന്റെ ഒബ്ജക്റ്റ് ആവാം, യൂസർ ഒബ്ജക്റ്റ് ആവാം, പേരോഡിന്റെ ഒബ്ജക്റ്റ് ആവാം, ലൈക്ക് എന്തും ആകാം. നമ്മളെ നമ്മളെ ആക്ഷൻ അനുസരിച്ചിരിക്കും. അപ്പൊ അത് സിമ്പിൾ ആണ്. ഇതേപോലെ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇനിയിപ്പോ ഇതിനകത്ത് തന്നെ ഏതെങ്കിലും ഒരു ഇവന്റ് ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. നമ്മൾ ഓരോന്നും വെറുതെ ടൈപ്പ് ചെയ്ത് കാണിച്ച് ടൈം കളയണ്ടല്ലോ എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. ഓക്കെ, അപ്പൊ നമുക്കപ്പോ ബേസിക്കായിട്ട് നമ്മളൊരു ബോട്ട് സെറ്റപ്പ് ചെയ്തു. ഇവന്റ്സ് എങ്ങനെ ക്യാപ്ചർ ചെയ്യാന്ന് പഠിച്ചു. മെസ്സേജ് എങ്ങനെ അങ്ങോട്ട് അയക്കാം, അതായത് റിപ്ലൈ എങ്ങനെ അയക്കാം, റിയാക്ഷൻ എങ്ങനെ ആഡ് ചെയ്യാം. ഇപ്പൊ റിയാക്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഇതേപോലെ ചെയ്താൽ പോലെ, അതായത് ആഡ് റിയാക്ഷന് പകരം റിമൂവ് റിയാക്ഷൻ കൊടുത്താൽ പോരെ. റിമൂവ് റിയാക്ഷൻ കൊടുക്കാം. അപ്പോ ഇതേപോലെ മെസ്സേജ് പേഴ്സണലി എങ്ങനെ അയക്കാം, എങ്ങനെ പിന്നെ എന്താ പറയാ ഒരു ആൾക്ക് DM ചെയ്യാം, ചാനലിലോട്ട് എങ്ങനെ അയക്കാം, ഇതൊക്കെ കാണിച്ചു. ഒരു സംഭവം കൂടെ കാണിക്കാൻ പറ്റും. അതായത് ഇപ്പോ നമ്മൾ നേരത്തെ ഇത് വേണ്ട, ഇതിനകത്ത് ഞാനൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാല് വേറൊരു ചാനലിലേക്ക്, ഒരു ഫിക്സഡ് ചാനലിലേക്ക് അല്ല നമ്മളല്ലേ ഒരു വേറൊരു വെൽക്കം ചാനൽ ഉണ്ടല്ലോ, വെൽക്കം ചാനലിലോട്ട് എന്ത് ചെയ്യണം, ഒരു മെസ്സേജ് വെറുതെ അങ്ങോട്ട് അയക്കാൻ പറ്റും. ഇതൊക്കെ ജസ്റ്റ് ഒഴിവായിക്കോ. എന്നിട്ട് അപ്പൊ നമ്മളൊരു ചാനലിൽ അയക്കുമ്പോൾ വേറെ ചാനലിലോട്ട് എങ്ങനെ മെസ്സേജ് അയക്കാന്നും കൂടെ നോക്കാം. അപ്പൊ അങ്ങനെ ജസ്റ്റ് ആ മെസ്സേജിനെ വേറെ ചാനലിലോട്ട് അയച്ചല്ലേ. അപ്പൊ വെൽക്കം ചാനൽ ഞാനിപ്പോ ID വെച്ചാണ് എടുത്തത്. IDക്ക് പകരം എനിക്ക് അതിന്റെ പേര് വെച്ചെടുക്കാൻ പറ്റുമോ? പേര് വെച്ചെടുക്കാൻ പറ്റും. അത് പക്ഷെ കുറച്ചൊരു ഓവർലോഡ്. 1-2 ചാനൽ റെയർ ആയിട്ട് എടുക്കുന്ന കേസിൽ എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ
അത്രയും ഇതിപ്പോ ചെറിയ സെർവറിൽ കുറച്ച് ചാനൽ കാണുമ്പോൾ എളുപ്പമാണ്. നമ്മൾ അതിനെന്താ ചെയ്യാ വെച്ചാല് ആദ്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ചാനലും കൂടി നമ്മളൊരു വേരിയബിളിലോട്ട് എടുത്തു ഓക്കെ ഗെറ്റ് ഓൾ ചാനൽസ് എല്ലാം കൂടി ഒരു വേരിയബിൾ എടുത്തു. എന്നിട്ട് നമുക്ക് വേണ്ട ചാനലിന്റെ പേരെന്താണോ അതൊന്ന് ലൂപ്പ് ചെയ്ത് കണ്ടീഷൻ വെച്ചിട്ട് ആ ചാനലിനെ ഫൈൻഡ് ചെയ്യേണ്ടി വരും അല്ലേ? ചാനലിന്റെ നെയിം ഇപ്പൊ എന്താ ജനറൽ ആണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൂപ്പ് ചെയ്യണം. ഫോർ ഈ ചാനൽ നെയിം ഈ ഓൾ ചാനൽസ് ചാനലിന്റെ ഒബ്ജക്റ്റ് ആണല്ലോ റിട്ടേൺ ചെയ്യാം. അപ്പൊ നമുക്ക് അത് അതിന്റെ പേര് മാത്രം മതി. ഓക്കെ അപ്പം ഓൾ ചാനൽ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഈ ചാനൽ നെയിം ആണല്ലോ. അപ്പൊ നമ്മളത് വേറൊരു വേരിയബിളിലോട് സേവ് ചെയ്തോളൂ. ഇത്ര ഓവർലോഡ് ആയിട്ട് വരും. എന്നിട്ട് എന്ത് ചെയ്യണം നമ്മള് അതായിട്ട് ജനറലിലോട്ട് സെൻഡ് ചെയ്യും. പക്ഷെ അവിടെ എന്തോ ഒരു പ്രശ്നമില്ലേ? പ്രശ്നമുണ്ടല്ലോ. അതായത് ഇപ്പൊ ആ ചാനൽ നെയിം അവിടെ ഒരു ഇഫ് ആണ് ഇട്ടിട്ടുള്ളത്. ഒരു ഫോർ ലൂപ്പിന്റെ അതെ, അതിന് ഫോർ ചാനൽ ഇൻ ഓൾ ചാനൽസ് അല്ല അങ്ങനെ ചെയ്താ പോരെ. ഫോർ ചാനൽ ഇൻ ഓൾ ചാനൽസ് അതിൻ്റെ ഉള്ളിൽ ഈ ചാനൽ ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ സെൻഡ് ചെയ്താൽ പോരെ. ചാനലിലോട്ട് സെൻഡ് ആ ജനറൽ മാറ്റി വെൽക്കം ആയിക്കോ. വെൽക്കമിലോട്ടല്ല ഓക്കെ 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 അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ആ ഇഫിന് ശേഷം ആ ചാനലിന്റെ പേര് ഒരു വേരിയബിളോട് എടുത്ത് വെച്ചിട്ട് ആ വേരിയബിളിനെ റീയൂസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ ഇനി പോങ്ങായി. ഓക്കെ പോങ്ങാവിടെ. അപ്പൊ ഇതേപോലെ നമുക്കൊരു ചാനലിനെ എടുക്കുകയും ചെയ്യാം. അപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മൾ സാധാരണ പൈത്തണിൽ കോഡ് ചെയ്യുന്നത് അതേപോലെയാണ്. കുറച്ച് ഇവന്റ്സും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഉണ്ടെന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് എപ്പിസോഡ് നമുക്ക് ഇവിടെ മൈൻഡ് ചെയ്യാം അല്ലേ? നെക്സ്റ്റ് എപ്പിസോഡിൽ അപ്പൊ നമുക്ക് നമ്മുടെ സ്ലാഷ് കമാൻഡ്സ് പിന്നെ UI കമ്പോണൻസ് അങ്ങനത്തെ കുറച്ച് വെബ് ബുക്സും ഇങ്ങനത്തെ കുറച്ച് എലമെന്റ്സ് ഒക്കെ നോക്കി നോക്കാം. ഓക്കെ, അപ്പോ ശരി.